ഹായ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ IVF-ൻ്റെ സമയത്ത് നമ്മൾ എന്തെല്ലാം ഭക്ഷണ സാധനങ്ങളാണ് ഒഴിവാക്കേണ്ടത് എന്നതിനെ പറ്റിയാണ്. എക്സ്പെഷ്യലി ആഫ്റ്റർ എംബ്രിയോ ട്രാൻസ്ഫർ നമ്മൾ എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആയിട്ട് പറയാൻ പോകുന്നത് ഷുഗറിനെ പറ്റിയാണ്. നമ്മുടെ ശരീരത്തിന് ഒട്ടും ആവശ്യമുള്ളൊരു സാധനമല്ല നമുക്ക് ആർട്ടിഫിഷ്യൽ ഷുഗർ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ പൂർണ്ണമായിട്ട് നമ്മൾ ഷുഗർ ഒഴിവാക്കേണ്ടതുണ്ട്. ഷുഗർ ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ ചായയിലോ അല്ലെങ്കിൽ കാപ്പിയിലോ പാലിലോ അല്ലെങ്കിൽ ജ്യൂസ് ഐറ്റംസിലോ നമ്മൾ ഇട്ട് ഉപയോഗിക്കുന്ന ഷുഗർ മാത്രമല്ല, എല്ലാത്തരം ബേക്കറി ഐറ്റംസും നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മൾ ബേക്കറി ഐറ്റംസിൽ നമ്മൾ മിഠായികളും ചോക്ലേറ്റുകളും എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു മിഠായി പോലും ഓവറായിട്ട് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇത് ഷുഗർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹോർമോൺ ബാലൻസിങ്ങിനെ വളരെയേറെ പ്രതികൂലമായിട്ട് ബാധിക്കും. നമ്മൾ കഴിക്കുന്ന കുറേ മരുന്നുകളെല്ലാം ഹോർമോണുകൾ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അതിനെല്ലാം അതിൻ്റെ ആ പ്രവർത്തനത്തെ എല്ലാം വളരെ പ്രതികൂലമായിട്ട് ഈ ഓവർ ഷുഗർ നമ്മളെ ബാധിക്കും നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ ഒരു ചെറിയ മിഠായി പോലും കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം ഒരുപാട് ഫ്രൂട്ട്സിലെല്ലാം നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഷുഗർ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് വല്ല ക്രേവിങ്സോ അങ്ങനെയെല്ലാം വരികയാണെങ്കിൽ അങ്ങനത്തെ നല്ല നല്ല മധുരമുള്ള കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആ ക്രേവിങ്സ് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഷുഗർ എന്ന് പറയുന്ന ഒരു വില്ലനാണ്. നിങ്ങൾ അത് ഒരിക്കലും ഉപയോഗിക്കാൻ ശ്രമിക്കരുത് ഈ സമയത്തെങ്കിലും. മാത്രമല്ല, ഇത് ഇംപ്ലാന്റേഷനെ നമ്മളെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒന്നാണ് ഷുഗർ എന്ന് പറയുന്നത്. നമുക്ക് ഒരു 120 തന്നെ ഷുഗർ ഉണ്ട് നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ പോലും ഡോക്ടേഴ്സ് നമുക്ക് ഇൻസുലിൻ സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഏറ്റവും നോർമലായിട്ടുള്ള ഒരു 100 ആ റേഞ്ചിൽ നമുക്ക് ഷുഗർ നമ്മുടെ ശരീരത്തിൽ പാടുള്ളൂ. അപ്പോൾ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. നമ്മുടെ ശരീരത്തിൽ ഷുഗർ ഒരിക്കലും കൂടാൻ പാടില്ല. നമ്മൾ അമിതമായിട്ട് ഷുഗർ അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണ സാധനങ്ങളും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്. അതുപോലെ തന്നെ ഷുഗർ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ഓവർ ഉപ്പുള്ള സാധനങ്ങൾ, ഓവർ കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള സാധനങ്ങളെല്ലാം. അതായത് ബേക്കറി ഐറ്റംസ് ഒന്നും തന്നെ ഉപയോഗിക്കരുതെന്ന് തന്നെ പറയാം. കാരണം അതിനകത്തെല്ലാം നമുക്ക് ശരീരത്തിന് മോശമാകുന്ന രീതിയിലുള്ള ഷുഗറും ഉപ്പ് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കൊഴുപ്പുകളെല്ലാമാണല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തീർത്തും നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ്. ബേക്കറി ഐറ്റംസിന് പോലെ തന്നെ ഹോട്ടൽ ഭക്ഷണവും തീർത്തും നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ്. പിന്നെയുള്ളത് കുക്ക് ചെയ്യാത്ത മത്സ്യം, മാംസം, മുട്ടയെല്ലാം ധാരാളം കഴിക്കണമെന്ന് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? പക്ഷേ ഒരിക്കലും കുക്ക് ചെയ്യാത്ത മുട്ട നമ്മൾ കഴിക്കാൻ പാടില്ല. അതായത് ഈ ബുൾസൈ പോലെയുള്ള സാധനങ്ങളില്ലേ, അതൊന്നും നമ്മൾ ഉപയോഗിക്കരുത്. അതുപോലെ നമ്മൾ മയോണൈസ് പോലെയുള്ള സാധനങ്ങളെല്ലാം പച്ചമുട്ടയല്ലേ, അപ്പോൾ അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതായത് ഈ കുക്ക് ചെയ്യാത്ത മീറ്റിലും ഫിഷിലും എഗ്ഗിലും എല്ലാം ധാരാളം ബാക്ടീരിയാസ് ഉണ്ടല്ലോ, അല്ലേ? നമുക്കെല്ലാം അറിയാം അതിനെക്കുറിച്ച്. അപ്പം നിങ്ങൾ ഒരു അബദ്ധത്തിൽ പോലും നിങ്ങളത് ഉപയോഗിക്കാൻ പാടില്ല. വളരെയേറെ കെയർഫുള്ളായിരിക്കണം. നമ്മൾ കഴിക്കുന്നതിൽ ഇങ്ങനെയുള്ള വസ്തുക്കൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ വളരെയേറെ ശ്രദ്ധാലുക്കളായിരിക്കും. മത്സ്യത്തിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയാണ് മെർക്കുറി കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള കടൽ മത്സ്യങ്ങൾ ഒട്ടുമേ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്. ഉദാഹരണം പറയുകയാണെങ്കിൽ സ്രാവ് പോലെയുള്ള വലിയ വലിയ മത്സ്യങ്ങളില്ലേ, നമ്മൾ ഒരിക്കലും അതിനെ ഉപയോഗിക്കാൻ പാടില്ല. അതും നമ്മുടെ ഇംപ്ലാന്റേഷനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒന്നാണ്. എന്ന് പറഞ്ഞാൽ മീറ്റ് നമുക്ക് ഉപയോഗിക്കാം എങ്കിൽ പോലും റെഡ് മീറ്റ് ഒന്നും ഒരുപാട് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് ചിക്കനൊക്കെ ആണെങ്കിൽ കൂടി ഇന്നിപ്പം ബ്രോയിലർ ചിക്കനാണ് നമുക്ക് നാട്ടിലെല്ലാം അവൈലബിൾ ആയിട്ടുള്ളത്, അല്ലേ? അതും അത്ര നല്ലതല്ല നമ്മുടെ ശരീരത്തിൽ. നമുക്ക് മോശമാണെന്ന് തോന്നുന്നു എന്തും നമ്മൾ ഉപേക്ഷിക്കുക തന്നെ വേണം. കാരണം നമ്മൾ അത്രമേൽ കാത്തിരുന്നിട്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ അതിനെ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നും തന്നെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ റെഡ് മീറ്റൊക്കെ വളരെയേറെ കുറച്ച് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒരിക്കലും അതിൻ്റെ അളവ് കൂടാൻ പാടില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കഫീൻ അടങ്ങിയിട്ടുള്ള സാധനങ്ങളൊന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്. ഇപ്പം ചായ, കാപ്പി അല്ലെങ്കിൽ കാപ്പിപ്പൊടി ചേർത്ത് മറ്റുള്ള ചില ബേക്കറി ഐറ്റംസ് എല്ലാം ഉണ്ടാവില്ലേ, അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. കഫീൻ നമ്മളെ വളരെയേറെ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ ചായ പിന്നെയും അല്പം സ്വല്പം ഉപയോഗിക്കാമെങ്കിലും കാപ്പി നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതുണ്ട്. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഉള്ളത് പാസ്ചറൈസ് ചെയ്യാത്ത ഡയറി പ്രൊഡക്ട്സാണ്. പാലാണെങ്കിലും പിന്നെ മറ്റ് പാൽ ഉൽപ്പന്നങ്ങളാണെങ്കിലും ചീസ് പോലുള്ളവയാണെങ്കിലും അതെല്ലാം പാസ്ചറൈസ് ചെയ്തതാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ശേഷമേ നമ്മൾ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതും ഈ പറയുന്ന പോലെ ഒരുപാട് ബാക്ടീരിയകളെല്ലാം അടങ്ങിയിട്ടുള്ളതായിരിക്കും. അതും നമ്മുടെ ഇംപ്ലാന്റേഷനെയും നമ്മുടെ എംബ്രിയോനെയൊക്കെ മോശമായിട്ടുള്ള രീതിയിലാണ് ബാധിക്കുക. അതും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പിന്നെ മറ്റൊന്നാണ് നമ്മൾ പുകവലി അല്ലെങ്കിൽ മദ്യപാനം എന്നുള്ളത്. വളരെയേറെ കുറച്ച് ശതമാനം ആൾക്കാരെ അത് ഉപയോഗിക്കാറുള്ളൂ എങ്കിൽ പോലും, പ്രത്യേകിച്ച് സ്ത്രീകൾ വളരെ കുറവായിരിക്കുമല്ലോ നമ്മൾ മദ്യവും പുകയില പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ പോലും അങ്ങനെ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളതും തീർത്തും ഒഴിവാക്കേണ്ടതുണ്ട്. അതും വളരെയേറെ പ്രതികൂലമായ ഒരു സാഹചര്യമായിരിക്കും നമുക്ക് സൃഷ്ടിക്കുക. അപ്പോൾ തീർത്തും നിങ്ങളതും ഒഴിവാക്കുകയാണെങ്കിൽ വളരെയേറെ നല്ലതായിരിക്കും.
പിന്നെയുള്ളത് സ്പൈസി ഫുഡാണ്. നമുക്ക് ഈ സമയത്ത് ഓവർ സ്പൈസൊന്നും ഒട്ടും ആവശ്യമുള്ള കാര്യമല്ല. അപ്പം ഓവർ സ്പൈസായിട്ടും പിന്നെ നമ്മൾ പിക്കിൾസ്, നമ്മൾ കൂടുതൽ വിനീഗർ അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഇതൊന്നും അധികം ഉപയോഗിക്കേണ്ടതില്ല. അതായത് ഈ പ്രത്യേകിച്ച് നമ്മുടെ ഇംപ്ലാന്റേഷൻ്റെ സമയത്ത് അതെല്ലാം വളരെ മോശമായിട്ട് നമ്മളെ ബാധിക്കുകയുള്ളൂ. അപ്പോൾ അച്ചാറുകളൊന്നും ഒരുപാട് ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ ഒരുപാട് എരിവുള്ളതും ഉള്ള ഭക്ഷണ സാധനങ്ങളും ഉപയോഗിക്കാതിരിക്കുക. അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് മിക്ക വെജിറ്റബിൾസും ഫ്രൂട്ട്സും നമുക്ക് കഴിക്കാവുന്നതാണ്, അത്രയും നല്ല ഫ്രഷ് ആയിട്ടുള്ള. പക്ഷേങ്കിൽ മാതളം, അതായത് പൊമഗ്രാനൈറ്റും ഈന്തപ്പഴം എല്ലാം കുറച്ച് കുറയ്ക്കുന്നതാണ് നല്ലത്. അതായത് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ അങ്ങനെ ആയിരുന്നു. കാരണം അത് എത്രമാത്രം സയൻറ്റിഫിക് ആണെന്നറിയില്ല. എങ്കിൽ പോലും ഇതിന് മുന്നേ IVF ചെയ്ത നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇത് കുറച്ച് കുറയ്ക്കുന്നതാണ് ആദ്യത്തെ മാസങ്ങളിൽ നല്ലതെന്ന്. അപ്പോൾ ഛേദമില്ലാത്ത കാര്യമല്ലേ എന്ന നിലയ്ക്ക് ഞാനതൊന്നും ഉപയോഗിച്ചിരുന്നില്ല ആദ്യത്തെ മാസങ്ങൾ. അപ്പോൾ അതും ഒന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഈ IVF, ആഫ്റ്റർ IVFിനൊക്കെ മുമ്പ് നമ്മുടെ ശരീരം മനസ്സുമൊക്കെ ഒരുപോലെ ഒരുങ്ങേണ്ടതുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ശരീരത്തെ പാകപ്പെടുത്തുമ്പോൾ ഈ കാര്യങ്ങളും കൂടെ കുറച്ച് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കുറച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അതുപോലെ തന്നെ ആഫ്റ്റർ എംബ്രിയോ ട്രാൻസ്ഫർ നിങ്ങൾ നിർബന്ധമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ ഒരുപാട് പണം മുടക്കി നമ്മൾ അത്രമേൽ ആഗ്രഹിച്ച് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ നമുക്കത് നല്ല പോസിറ്റീവ് റിസൾട്ട് കിട്ടണമല്ലോ. കാരണം നമ്മുടെ എംബ്രിയോ നല്ല രീതിയിൽ നമ്മുടെ കുഞ്ഞ് നല്ല ആരോഗ്യമായിട്ട് തന്നെ ആദ്യം തന്നെ അത് വളർന്ന് വരണം. അപ്പോൾ ഈ ചില കാര്യങ്ങൾ നാം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ റിസൾട്ട് കുറച്ചും കൂടി നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ റിസൾട്ട് പോസിറ്റീവ് ആകാൻ നമ്മളെ ഒരുപാട് സഹായിക്കും. മെഡിസിനോടൊപ്പം തന്നെ നമ്മുടെ ഈ കാര്യങ്ങളും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.